പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അതെല്ലാം ഞാൻ നുറുക്കി വെച്ചിരിക്കുകയാണ്. 4 മണിക്ക് നമുക്കൊരു ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാം. കുട്ടികളൊക്കെ വരുമ്പോഴേ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചിക്കൻ പോപ്കോൺ. അപ്പം ഇത് പെറുക്കി തിന്നും പിള്ളേർക്കെല്ലാം അത് ഇഷ്ടപ്പെടും. നമുക്ക് അതിൻ്റെ ചേരുവയെല്ലാം ഒന്ന് ചേർക്കാം. 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു കാശ്മീരി മുളക് പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, പെരുംജീരകം. ഞാൻ മസാല ഇത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വല്പം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 സ്പൂൺ തൈര്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറേ സാധനങ്ങളുണ്ട്, അതെല്ലാം ഓർത്തിരിക്കുക. നമുക്ക് ചിക്കനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഇതങ്ങോട്ട് പുരട്ടി കുറച്ച് സമയം, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മണിക്കൂർ നേരം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ വെച്ചു, അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനെല്ലാം, ഞാനിവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഒന്ന് ചൂടാക്കി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ബ്രെഡ് പൊതിഞ്ഞ് ഇടുകയാണ് നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് അല്ലേ നഷ്ടപ്പെടും. നോക്കട്ടെ, മൂത്തൊന്നും ഇല്ല, അത് സ്വല്പം കൂടെ മൂക്കാനുണ്ട്. യഥാർത്ഥ പരുവം. അപ്പോൾ എൻ്റെ ചിക്കൻ പോപ്കോൺ കണ്ടോ നിങ്ങൾ? 4 മണിക്ക് പിള്ളേർ വരുമ്പോഴത്തേന് ഇച്ചിരി സോസും ഒക്കെ കൂട്ടി പെറുക്കി അടിക്കാം. ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് നല്ല ക്രിസ്പിയാണ് ഇത്, ഈ ഒരു ചിക്കൻ. ചില പിള്ളേർക്കൊന്നും ചിക്കൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ക്രിസ്പി ആക്കി കൊടുക്കുക, അവർ കഴിച്ചോളും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പമുള്ള പരിപാടിയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് അങ്ങോട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.